സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ്, എടോടി, വടകര. ശബ്ദമായി മുസ്ലിം യൂത്ത് ലീഗിന്റെ സമര പോരാട്ട ആളിപ്പടരുന്ന തീച്ചാവ പോലെ വാഹനത്തിന്റെ തൊട്ട് പിറകിലായി രാജനീതികളെ ധന്യമാക്കിക്കൊണ്ട് കേരളത്തിന്റെ ആദ്യ മുസ്ലിം യൂത്ത് ലീഗിന്റെ സമര പോരാട്ട പോലെ പോരാട്ടം നടത്തിയ കുഞ്ഞാലി മരക്കാർ പിറകിലായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം കേരളത്തില് പ്രത്യേകിച്ച് ഈ വടകര നിയോജക മണ്ഡലത്തിൽ വർഗീയ ചേറുതിരിവുണ്ടാക്കി വിദ്വേഷം വളർത്തി വോട്ട് തട്ടാൻ പരാജയം ഉറപ്പായ ഇടതുപക്ഷ മുന്നണി ശ്രമിച്ച കാര്യം നമുക്കൊക്കെ നന്നായി അറിയാം. അന്ന് കാഫിർ എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രീൻഷോട്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ നേതൃത്വം നൽകുന്ന വിവിധ ഗ്രൂപ്പുകളിലൂടെ പുറത്തു വന്നു. അവരത് പുറത്തുവിട്ടിട്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനായ മുഹമ്മദ് കാസിമിന്റെ പേരിൽ അതിൽ വ്യാജ ആരോപണം ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായും മുഹമ്മദ് കാസിം എന്ന ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകൻ തൻ്റെ ഫോണുമായി പോലീസ് സൂപ്രണ്ടിന്റെ അടുത്ത് ചെന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. അത് പരിശോധിക്കാൻ തന്നെ ദിവസങ്ങൾ എടുത്തു. അത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകണം, പുറത്തുവിടണം എന്ന് പറഞ്ഞുകൊണ്ട്
ഈ ഓഫീസിലേക്ക് 2 തവണ ഞങ്ങൾ UDF-ന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. വ്യാജ സ്ക്രീൻഷോട്ട് പുറത്തു വന്നു. അത് വർഗീയ സംഘർഷമുണ്ടാക്കാനാണ്, മനുഷ്യനെ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ച് വോട്ട് നേടാനാണ്, പരാജയം ഉറപ്പിച്ച ആളുകളുടെ ഭാഗത്തുനിന്നുള്ള പണിയാണ് എന്ന് വളരെ വ്യക്തമായിരുന്നു നാട്ടുകാർക്കൊക്കെ. പക്ഷെ അത് ബോധ്യമാവാത്തത് ഇവിടുത്തെ പോലീസിന് മാത്രമായിരുന്നു. പോലീസ് എത്ര അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പോലീസ് ഓഫീസ് SP ഓഫീസിലേക്ക് UDF-ന്റെ മാർച്ചുകൾ നടന്നപ്പോൾ പോലീസിന് തീരുമാനമെടുക്കേണ്ടി വന്നു. അവസാനം അവർ പറഞ്ഞു, മുഹമ്മദ് ഖാസിമിൻ്റെ ഫോണിൽ നിന്ന് മുഹമ്മദ് ഖാസിം അത് ചെയ്തിട്ടില്ല, അദ്ദേഹം കുറ്റക്കാരനല്ല, അത്രത്തോളം നന്നായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയേണ്ടത് ഇത് മുഹമ്മദ് ഖാസിം ചെയ്തിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. എന്നാൽ പിന്നെ ചെയ്ത ആളെ കണ്ടുപിടിക്കണ്ടേ? ഇതുപോലുള്ള സൈബർ കുറ്റങ്ങൾ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ സൈബർ ഫോഴ്സ് പോലീസിന്റെ സൈബർ വിങ് വളരെ നൈപുണ്യമുള്ളവരാണ്. വളരെ പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഫോറൻസിക് പരിശോധനയൊക്കെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് കേരളത്തിൽ നടത്താക്കാൻ കഴിയും. പക്ഷെ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ ഏപ്രിൽ 24 മുതൽ 5 മാസമായി 5 മാസമായി പ്രതികളെ കണ്ടെത്താൻ കഴിയുന്നില്ല. അതിനിടയ്ക്ക് ഒരുപാട് വിചിത്ര ന്യായങ്ങൾ പോലീസ് കോടതിയിലും മറ്റിടത്തൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇത് പ്രചരിപ്പിച്ച ആളെ കണ്ടുപിടിച്ചു. ഞങ്ങൾ ആ ഗ്രൂപ്പിന്റെ അഡ്മിനെ കണ്ടു. അഡ്മിനോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് അറിഞ്ഞുകൂടാന്നാ പറഞ്ഞു. അതോടുകൂടി അന്വേഷണം നിർത്തി. ഞാനല്ല എന്ന് പറഞ്ഞാൽ അന്വേഷണം നിർത്തലാണോ സാധാരണ ചെയ്യുക? ഇതേത് പോലീസാ എന്ന ചോദ്യത്തിന് ഒരുപാട് മാനങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പോലീസ് എന്താണ് എന്ന് ഇപ്പോ ലോകം മുഴുവൻ കണ്ടു. വ്യാജമായി നിർമ്മിച്ചവരെയും പ്രചരിപ്പിച്ചവരെയും അറസ്റ്റ് ചെയ്യുക, സ്വർണ്ണക്കടത്തുകാർക്കും കൊള്ളക്കാർക്കും സൗകര്യമൊരുക്കി കൊടുക്കുന്ന കേരള പോലീസ് സംവിധാനത്തെ ആ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കുക. അതോടൊപ്പം നാട്ടിൽ വർഗീയതയുണ്ടാക്കാൻ വേണ്ടി സംഘപരിവാരവുമായി ഗൂഢാലോചന നടത്തുന്ന പോലീസ് സേനയെ, പോലീസിലെ കള്ളനാണയങ്ങളെ തിരിച്ചറിയുക, നടപടികൾ സ്വീകരിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഈ ലോങ് മാർച്ച് ഈ SP ഓഫീസിലേക്ക് നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഈ ലോങ് മാർച്ച് നടത്തുന്നത് എന്നാൽ ഇത്രയും കാലമായി മാസങ്ങൾ പിന്നിട്ടിട്ട് അതിന്റെ ആ സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയ DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ച് ഈ സമൂഹ മധ്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന തരത്തിൽ പരസ്യമായിട്ട് പോലും അതിന്റെ ഉറവിടം കണ്ടെത്താൻ തയ്യാറാകാത്ത പോലീസ് മേധാവികളോടും ഭരണകൂടത്തിനോടും സന്ധിയില്ലാത്ത പോരാട്ടം ചെല്ലുമ്പോൾ പോലും അവർക്ക് പ്രയാസങ്ങളുണ്ട്. കേരളത്തിലെ പോലീസ് ആഭ്യന്തര വകുപ്പ് നെറികെട്ടൊരവസ്ഥയിലേക്ക് മാറി.